ഫേസ് ടു ഫേസ് മുഖാമുഖം കാണുന്നത് ഒരു മരണവും ഒരുപാട് ജീവിതങ്ങളുമാണ്. സസ്പെൻഷനിലായ CI ബാലചന്ദ്രനാണ് ഫേസ് ടു ഫേസിൽ മമ്മൂട്ടി. ഏറെ ദുരൂഹതകൾ ബാക്കി നിർത്തിയ ഒരു മരണത്തിന്റെ അന്വേഷണ ഘട്ടത്തിൽ ബാലചന്ദ്രനും ഭാഗമാകേണ്ടി വരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായല്ല, ആ മരണത്തിന് താനുമായും തുടർയാത്രയിൽ കണ്ടുമുട്ടുന്ന ഒരുപാട് ജീവിതങ്ങളുമായും ബന്ധമുണ്ടെന്ന് ബാലചന്ദ്രൻ തിരിച്ചറിയുകയാണ്. ആരും ആരെയും പരിഗണിക്കാതെ പോകുന്ന നഗരജീവിതവും ഫേസ് ടു ഫേസിലെ പ്രമേയാന്തരീക്ഷമാണ്. സസ്പെൻഷനിലായ ശേഷം റിയൽ എസ്റ്റേറ്റും ചൂതാട്ടവുമൊക്കെയായി ഒറ്റയാനായി ജീവിക്കുന്ന ബാലചന്ദ്രനായാണ് മമ്മൂട്ടിയുടെ ഭാവപ്പകർച്ച. അതെനിക്ക് പഠിക്കണം. പത്മനാഭന്റെ നിലവറ മുമ്പിൽ നിൽക്കുന്നത് ഇത്രയും എന്തൊക്കെ കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. സിദ്ദീഖും കലാഭവൻ മണിയും മമ്മൂട്ടിക്കൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരായി ചിത്രത്തിലുണ്ട്. പോലീസിൽ തന്നെ പല സ്വഭാവമുള്ള ആൾക്കാരില്ലേ, അതിനകത്ത് കോമഡി ഉണ്ടാവും, ചിലപ്പോൾ കുറച്ച് വില്ലനീസുള്ള ഉണ്ടാവും, ചിലപ്പോൾ കുറച്ചും കൂടിയും നല്ല ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ ഉണ്ടാവും. മലയാള സിനിമയിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങൾ പലതുണ്ടെങ്കിലും അതുപോലെയൊക്കെ തന്നെയാണ് ഇതിലും. പക്ഷേ കുറച്ചും കൂടിയും എന്താ പറയുക, മമ്മൂക്കാൻ്റെ കൂടെ ഉള്ളൊരു നല്ലൊരു ക്യാരക്ടർ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് മമ്മൂക്കയുടെ കൂടെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുന്നത്, അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഈ ചിത്രത്തിൽ എനിക്കുണ്ട്. ഗുഡ് ലൈൻ പ്രൊഡക്ഷൻസിന് വേണ്ടി നാസർ നിർമ്മിക്കുന്ന ചിത്രം കൊച്ചിക്ക് പുറമെ മൂന്നാർ, ഗോവ എന്നിവിടങ്ങളിലാണ് ചിത്രീകരിക്കുന്നത്. മരണത്തിലെ ദുരൂഹതയുടെ മറനീക്കുക എന്നതിനപ്പുറം കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളുടെ ഗൗരവമാണ് ഫേസ് ടു ഫേസിനെ ത്രില്ലർ ശ്രേണിയിലെത്തിക്കുന്നത്. നവാഗതനായ മനോജിൻ്റേതാണ് തിരക്കഥ. അൽഫോൺസാണ് സംഗീതം. റോമയും പ്രാധാന്യമുള്ള കഥാപാത്രമാകുന്നു. Entertainment Desk, India Vision.